നമസ്കാരം, ജന്മഭൂമിയിലേക്ക് സ്വാഗതം. കളിക്കളത്തിലെ സൂപ്പർ താരം ബാറ്റ്സ്മാൻ വിരാട് കോഹ്ലിയും ഹെഡ് കോച്ച് ഗൗതം ഗംഭീറും തങ്ങളുടെ ബാറ്റിംഗിനിടെയുള്ള അറിയാ കഥകളെക്കുറിച്ചും പുലർത്തുന്ന വിശ്വാസങ്ങളെക്കുറിച്ചും തുറന്നു പറഞ്ഞ വീഡിയോ ഇപ്പോൾ വൈറലാണ്. തങ്ങളുടെ ബാറ്റിംഗിനിടെയുള്ള അറിയാ കഥകളെക്കുറിച്ചും ഇവർ വാചാലരായ വീഡിയോ പുറത്തുവിട്ടത് BCCI ആണ്. കോഹ്ലിയും ഗംഭീറും ഡൽഹിയിൽ നിന്നുള്ളവരാണ്. ഇവർ തമ്മിൽ BCCI ടിവിക്ക് വേണ്ടി നടത്തിയ സംഭാഷണത്തിൽ തങ്ങൾക്കുള്ള നിരവധി സാമ്യങ്ങളെക്കുറിച്ച് സംസാരിക്കുകയുണ്ടായി. മാനസികമായി സഹായിച്ചിട്ടുള്ള ആത്മീയ അനുഭവങ്ങളെക്കുറിച്ചും ഇരുവരും തുറന്നു പറഞ്ഞു. വിരാട് കോഹ്ലി 2014-2015 ഓസ്ട്രേലിയയിൽ നടന്ന ടെസ്റ്റ് പരമ്പരയിൽ ഓരോ പന്തും നേരിടുന്നതിനു മുമ്പും ഓം നമഃ ശിവായ എന്ന മന്ത്രം ജപിച്ചിരുന്നു. അത് തന്റെ മനസ്സിനെ ശാന്തമാക്കുകയും ഏകാഗ്രത ഗണ്യമായി വർദ്ധിപ്പിക്കുകയും ചെയ്തുവെന്നും കോഹ്ലി പറഞ്ഞു. 4 സെഞ്ചുറികൾ ഉൾപ്പെടെ 692 റൺസ് ആ പരമ്പരയിൽ നേടാൻ കോഹ്ലിക്ക് കഴിഞ്ഞു. ഓരോ മന്ത്രോച്ചാരണവും എന്നെ മറ്റെല്ലാം മാഞ്ഞു പോകുന്ന ഒരു അവസ്ഥയിലേക്കോ മേഖലയിലേക്കോ അടുപ്പിച്ചതുപോലെയായിരുന്നു, കോഹ്ലി പറഞ്ഞു. ന്യൂസിലൻഡിനെതിരെ നേപ്പിയറിൽ നടന്ന ഒരു ഇന്നിംഗ്സിനിടെ ഗംഭീർ സ്വന്തം ഉദാഹരണം ഉദ്ധരിച്ചു. 2009 ബ്ലാക്ക് ക്യാപ്സിനെതിരെ 436 പന്തുകളിൽ നിന്നും 137 റൺസ് നേടിയ സൗത്ത് പാവ് ഒരു വലിയ നാക്ക് കളിച്ചു. ആദ്യ ഇന്നിംഗ്സിൽ ഫോളോ ഓൺ ചെയ്തതിനു ശേഷം ടെസ്റ്റ് മത്സരം രക്ഷിക്കാൻ അദ്ദേഹത്തിന്റെ ധൈര്യം ഇന്ത്യയെ സഹായിച്ചു. ഹനുമാൻ ചാലിസയാണ് ആ ദിവസങ്ങളിൽ തന്നെ മുന്നോട്ട് നയിച്ചതെന്ന് മുൻ താരം പറയുന്നു. ഗംഭീർ പറഞ്ഞതിങ്ങനെ: എന്നെക്കുറിച്ച് പറയുന്നതിന് പകരം നിങ്ങൾ ഓസ്ട്രേലിയയിൽ ഒരു ബമ്പർ പരമ്പര കളിച്ചത് ഞാൻ ഓർക്കുന്നു. നിങ്ങൾ എണ്ണിയാൽ ഒടുങ്ങാത്ത റൺസ് നേടിയെടുത്തു. ഓരോ പന്തിനു മുമ്പ് നിങ്ങൾ ഓം നമഃ ശിവായ എന്ന് പറയുകയുണ്ടായി. 10 മണിക്കൂർ 43 മിനിറ്റ് നീണ്ടുനിന്ന ഒരു ഇന്നിംഗ്സിൽ 136 റൺസ് നേടിയാണ് ഗംഭീർ ഇന്ത്യയെ പരാജയത്തിൽ നിന്ന് രക്ഷിച്ചത്. നേപ്പിയറിൽ 2.5 ദിവസം നീണ്ടുനിന്ന ഇന്നിംഗ്സിൽ ഞാൻ ഹനുമാൻ ചാലിസ വായിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം മാത്രമാണ് ഞാൻ ചെയ്തത്. നിങ്ങൾ ഓം നമഃ ശിവായ ജപിച്ചപ്പോൾ ഞാൻ ഹനുമാൻ ചാലിസ വായിച്ചു. ഇത് വളരെയധികം സഹായിച്ചു. ഒരാളുടെ കരിയറിൽ അത്തരം അവസരങ്ങൾ വളരെ അപൂർവമായി മാത്രമേ വരുന്നുള്ളൂ. അതൊരു അമാനുഷിക വികാരമാണ്. 136 റൺസിനായി ഗംഭീർ ഏകദേശം 2 ദിവസവും പകുതി സെഷനും ബാറ്റ് ചെയ്തു. 436 പന്തുകൾ നേരിട്ട അദ്ദേഹം 10 മണിക്കൂറും 43 മിനിറ്റുമായിരുന്നു അദ്ദേഹത്തിന്റെ ഇന്നിംഗ്സിന്റെ ദൈർഘ്യം. ആദ്യ ഇന്നിംഗ്സിൽ 600-ലധികം സ്കോർ നേടിയ ന്യൂസിലൻഡ് ഇന്ത്യയെ ഫോളോ ഓണിന് നിർബന്ധമാക്കിയതിനു ശേഷം ഇന്നിംഗ്സ് തോൽവിയുടെ അപമാനത്തിൽ നിന്ന് ഇന്ത്യയെ ഗംഭീർ രക്ഷിക്കുകയായിരുന്നു. ന്യൂസ് ഡെസ്ക്, ജന്മഭൂമി.